കേരളത്തിൽ BJP ഏതാണ്ട് പച്ചപിടിച്ചു തുടങ്ങുന്നു എന്നൊരു ലക്ഷണം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. തൃശ്ശൂരിൽ ജയിച്ചു, തിരുവനന്തപുരത്ത് നേരിയ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് പോയി, ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ആറ്റിങ്ങിലും അടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. മത്സരിച്ചിടത്തൊക്കെ വോട്ട് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അവരുടെ ഘടകകക്ഷിയും അത്യാവശ്യം രീതിയിലൊക്കെ പച്ചപിടിച്ച് തുടങ്ങുന്ന ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. കോട്ടയത്തായാലും ഇടുക്കിയിലായാലും മാവേലിക്കരായാലും അവർ മത്സരിച്ചിടങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴിതാ പുതിയ, അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന BJP വിരുദ്ധ മാധ്യമങ്ങളിലും ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളും അടക്കമുള്ളവർ പുതിയ കഥകൾ മെനയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം BJPക്ക് ഒരു കാലത്തും സഹായകരമായിട്ട് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ ഒരു മാധ്യമവും നിലനിന്നിട്ടില്ല. ഒപ്പം തന്നെ അവരെ തകർക്കാൻ ഏതൊക്കെ വഴികളിലൂടെ ശ്രമിക്കാം അതൊക്കെ നടത്തിയിട്ടുമുണ്ട്. ഇവരുടെ ഒരു പ്രത്യേക രീതി എന്തെന്ന് വെച്ചാൽ സ്നേഹിച്ച് അങ്ങ് കൊല്ലുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ വാർത്തകൾ കാണുമ്പോൾ വലിയ ഒരു BJPക്ക് അതോ സപ്പോർട്ട് ആണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ശരിക്കും BJP നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇതിനകത്ത് അകത്തുള്ള വരികളും വാക്യങ്ങളും അർത്ഥങ്ങളും എല്ലാം പോകുന്നത്. ഏതായാലും ഇപ്പോൾ പുതിയൊരു കഥ തുടങ്ങിയിട്ടുണ്ട്. ആ കഥ ഇങ്ങനെയാണ്: രാജ്യസഭയിലേക്ക് K. സുരേന്ദ്രനോ തുഷാർ വെള്ളാപ്പള്ളിയോ പോകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതിനൊരു കാരണമായി പറയുന്നത് ഈ നായർ സമുദായാംഗമാണ് സുരേഷ് ഗോപി. അദ്ദേഹം കേന്ദ്രമന്ത്രി ആകുന്നതോടുകൂടി ഈഴവ പ്രാതിനിധ്യം വേണം. അപ്പോൾ ഈഴവ പ്രാതിനിധ്യത്തിനായിട്ട് K. സുരേന്ദ്രനെ പരിഗണിക്കുന്നു. പക്ഷേ K. സുരേന്ദ്രനൊപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ഈ വാർത്തയുടെ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഉള്ള ചേരുവകളാണ്. രണ്ട് ജാതികൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ കഥ, രണ്ട് ലീഡേഴ്സ് തമ്മിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ കഥയായിട്ടാണ് ഇത് കൊണ്ടിരുന്നത്. വേറൊന്നുമല്ല, ഇപ്പോൾ NDA ഒറ്റക്കെട്ടായിട്ട് നിന്ന് 18 പോയിന്റ് ഏതാണ്ട് 20% വോട്ട് നേടിയിട്ടുണ്ട്. അത് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ഈ സഖ്യം എങ്ങനെയെങ്കിലും പൊളിക്കണം. അതിനിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു രീതി ഇത് K. സുരേന്ദ്രൻ തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ഒരു ഫൈറ്റാക്കി മാറ്റുക, അല്ലെങ്കിൽ ഈഴവരുടെ ഇടയിൽ തന്നെ ഒരു ഫൈറ്റാക്കി മാറ്റുക, ഇല്ലെങ്കിൽ നായർക്കിടയിൽ വിരോധം ഉണ്ടാക്കുക. ഏതായാലും സുരേഷ് ഗോപിക്ക് ഇടയിൽ വിരോധം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം തൃശ്ശൂരുള്ള ജനം നായരും ഈഴവരും ക്രിസ്ത്യനും എല്ലാം ഒന്നിച്ചൊറ്റക്കെട്ടായി വോട്ടിച്ച് ജയിച്ചതാണ്. പിന്നെ നിലവിൽ ഈ സുരേന്ദ്രൻ ആ ഈഴവ സമുദായത്തിൽപ്പെടുന്നു, തുഷാർ വെള്ളാപ്പള്ളിയും അതുതന്നെയാണ്. ഇങ്ങനെയാണ് കഥകൾ ഇങ്ങനെ മുൻപോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ കഥകൾക്ക് പഞ്ഞമൊന്നും ഉണ്ടാകില്ല. ഏതായാലും കഥകൾ മുൻപോട്ട് പോകുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ പേരിലേക്ക് അത് എത്തപ്പെടാനും സജീവമായി നിലനിൽക്കാനും ഒക്കെ പറ്റുന്നത്. ഏതായാലും ഇപ്പോഴത്തെ പുതിയ കഥ ഇതാണ്: തുഷാറോ K. സുരേന്ദ്രനോ രാജ്യസഭയിൽ പോകുമോ എന്നുള്ളതാണ്. അത് രാജ്യസഭയിൽ എവിടെ നിന്ന് തുഷാർ ജയിക്കണമെന്ന് വരെ ഒരു പത്രം വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഏത് സംസ്ഥാനത്തായിരിക്കണം തുഷാറിനെ ജയിപ്പിക്കേണ്ടത്, K. സുരേന്ദ്രൻ ഏത് സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭാ മെമ്പറാക്കണം, K. സുരേന്ദ്രൻ കേന്ദ്രത്തിൽ കൊടുക്കേണ്ട പദവികൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഏതായാലും നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ പോലും കഴിയുന്നതിന് മുമ്പ് വാർത്തകൾ അനുസ്യൂതം പ്രവഹിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.